യമനോളെ, ഞാൻ ഒരുപാടിരുന്ന് ആലോചിച്ചപ്പോ തോന്നിയ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഒരു ചെറിയ ബുദ്ധിയാ. എന്താ രാമേട്ടാ? ഡാനിയലിനെ കുഴിയിലാക്കുന്ന വല്ല ബുദ്ധിയാണോ? എങ്കിൽ 100 വട്ടം ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ഇവിടെ ആയാലും എവിടെ ആയാലും ഒളിച്ചിരിക്കാൻ നിങ്ങൾക്കൊരു താവളം വേണം. എവിടെ പോയാലും ആ ദുഷ്ടൻ പുറകെ അന്വേഷിച്ചെത്തുകയും ചെയ്യും. നാളെ ചിലപ്പോ പോലീസാവും എത്തുക. രാമേട്ടൻ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്? കല്യാണം കഴിയാത്ത ഒരാണും പെണ്ണും കൂടെ ചുറ്റിക്കറങ്ങുന്നതായിട്ട് ഒരു കേസ് ചാർജ് ചെയ്ത് രണ്ടാളെ അറസ്റ്റ് ചെയ്യാൻ ഡാനിയലിന്റെ കാശ് വാങ്ങുന്ന പോലീസിന് എളുപ്പം കഴിയില്ലേ? കഴിയും. നേരെ മറിച്ച് ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലോ, വിവാഹം കഴിഞ്ഞതിന്റെ രേഖ കയ്യിലുണ്ടെങ്കിലോ പോലീസിന് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. കഴിയുമോ? അതുകൊണ്ട് യമുന മോളെ വീട്ടിൽ താമസിപ്പിക്കാനായിട്ട് വിശാൽ സ്വന്തം അച്ഛനോടൊരു നുണ പറഞ്ഞില്ലേ? പറഞ്ഞു. എന്തു നുണ? ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. ആ നുണ നിങ്ങൾക്കങ്ങ് സത്യമാക്കിക്കൂടെ? രജിസ്റ്റർ മാരേജിന്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. പിന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു ശല്യം ഉണ്ടാവില്ല, അതുറപ്പാ. യമുന മോൾ എന്തു പറയുന്നു? രാമേട്ടൻ എന്നെ ഒട്ടും മനസ്സിലാക്കിയില്ലല്ലോ. മോളെ, രാമേട്ടൻ പറഞ്ഞത് മോടെ നന്മയ്ക്ക് വേണ്ടിയാ, മോടെ രക്ഷയ്ക്ക് വേണ്ടിയാ. ഒരപേക്ഷയുണ്ട് രാമേട്ടനോട്. ഇനി എന്നോട് ഇക്കാര്യം പറയരുത്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ വിശാലേ? അത് തെറ്റുണ്ടോന്ന് ചോദിച്ചാ സമയവും സന്ദർഭവും ഒന്നും അത്ര ശരിയായില്ല. കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യായിരുന്നു. യമുന പിണങ്ങി വന്നിരിക്കുകയാണോ? മനസ്സിൽ വലിയ കള്ളമൊന്നുമില്ലാത്ത മനുഷ്യർക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? ഉള്ളിൽ തോന്നിയത് അവർ തുറന്നങ്ങ് പറയും. ഇവിടെ സംഭവിച്ചതും അതാ. പക്ഷേ അത് വെറും ഉപരിപ്ലവമായ ഒരു ഡയലോഗായിരുന്നില്ല. യമുനയുടെ സേഫ്റ്റിക്ക് വേണ്ടിയുള്ള ഒരു ആശയമായിരുന്നു, ഒരു സജഷൻ. പക്ഷേ രാമേട്ടൻ അത് വിളമ്പിയ സന്ദർഭം തെറ്റിപ്പോയി. ശുദ്ധ മനസ്സുള്ളവർക്ക് പറ്റുന്ന അബദ്ധം. പക്ഷേ കുമാരനാശാൻ പാടിയതുപോലെ ഉദ്ദേശശുദ്ധിയാൽ മാപ്പ് കൊടുക്കാവുന്നതേ ഉള്ളൂ രാമേട്ടന്, അല്ലേ? ഇനി എൻ്റെ അഭിപ്രായം പറഞ്ഞോട്ടെ. രാമേട്ടൻ്റെ സജഷൻ സെൻസിബിൾ ആയിരുന്നു. അതെ, പോലീസിന്റെ ഹരാസ്മെന്റിൽ നിന്നും ഒഴിവാകാൻ വളരെ നല്ലൊരു വഴി. മറ്റൊരു തലത്തിലും അതൊരു നല്ല ആശയമായിരുന്നു. പെണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിവുള്ളവന്റെ കൂടെയല്ലേ അവള് പൊറുക്കേണ്ടത്, അവളെ സ്നേഹിക്കുന്നവന്റെ കൂടെയും. ഞാൻ തന്നെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ടെന്ന് രാമേട്ടനും മല്ലിക ചേച്ചിക്കും തോന്നിയിട്ടുണ്ടാവും. അതാവാം അവർ ഏകകണ്ഠമായി അങ്ങൊരു നിർദ്ദേശം വെച്ചത്. പിന്നെ ഒരു രഹസ്യം പറഞ്ഞോട്ടെ, എനിക്ക് തന്നെ ഇഷ്ടമാണ്. രജിസ്റ്റർ ഓഫീസിൽ പോവാനും ഞാൻ തയ്യാറാ. വിശാൽ, എന്താണ്? എന്ത് വിട്ടുതോക്കിയാ വിശാലി പറയുന്നത്? വിട്ടിത്തോ? മനസ്സിലായില്ല. പരസ്പരമുള്ള സ്നേഹവും ആത്മാർത്ഥതയൊക്കെ വിട്ടിത്തമാണോ? എനിക്കങ്ങനെ തോന്നിയിട്ടില്ല.
ഞാൻ ആരാണെന്ന് വിശാലിന് അറിയില്ലേ? ഇന്ന് വരെയുള്ള എന്റെ ചരിത്രം അറിയില്ലേ? മനപ്പാഠമാണ്. എന്നിട്ടാണോ ഒരു രാത്രി വീട് വിട്ടിറങ്ങിയവളാ ഞാൻ. അതിനുശേഷം എത്ര ഘട്ടങ്ങൾ, എത്ര അനുഭവങ്ങൾ. പോലീസ് ലോക്കപ്പിൽ പോലും കയറേണ്ടി വന്നു. എനിക്കറിയാവുന്ന ചരിത്രം എന്നെ പറഞ്ഞു കേൾപ്പിക്കണം. മറന്നെങ്കിൽ ഓർമ്മിപ്പിക്കുക. എന്നെ പോലൊരുത്തിയോട് വിശാലിനെ പോലൊരാൾക്ക് ഒരിക്കലും വിവാഹത്തിന് വേണ്ടിയുള്ള സ്നേഹം തോന്നിക്കൂടാ. എന്തുകൊണ്ട് തോന്നിക്കൂടാ? അത് വിശാലിന് അറിയില്ലേ? ഇല്ല, പറയേ. എന്തുകൊണ്ട് സ്നേഹം തോന്നിക്കൂടാ? എന്തുകൊണ്ട് യമുനെ ഞാൻ വിവാഹം ചെയ്തൂടാ? ഞാനൊരു നല്ല പെണ്ണല്ല, തെറ്റ് ചെയ്തവളാണ്. എന്റെ മനസ്സ് ആ തെറ്റിനെ ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തി മുന്നോട്ട് വന്നാലോ? ആ മനസ്സിനെ ഞാൻ നമസ്കരിക്കും, പക്ഷെ സ്വീകരിക്കില്ല. സ്വീകരിച്ച അത് ഞാൻ ആ മനസ്സിനോട് ചെയ്യുന്ന ചതിയായിരിക്കും. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ചതി. ഞാനതിന് തയ്യാറാവില്ല. എന്നോട് എന്താണ് യമുനയുടെ മനോഭാവം? ഇഷ്ടമാണോ? ഒരു സുഹൃത്തിനോടുള്ള ഇഷ്ടം. അതിനപ്പുറത്തൊന്നുമില്ലേ? ഈ ചോദ്യത്തിന്റെ ഒരു ആവശ്യമില്ല. എന്റെ എക്കാലത്തെ നല്ല സുഹൃത്താണ് വിശാൽ. സുഹൃത്തിന്റെ ജീവിതത്തിൽ ഒരു കറുത്ത കരടാവാൻ ഞാൻ തയ്യാറല്ല. വിശാലിനൊരു നല്ല ഫ്യൂച്ചർ ഉണ്ട്. യമുനയ്ക്ക് അത് ഷെയർ ചെയ്തൂടെ? അർഹതയില്ല എന്ന് സ്വയം തീരുമാനിച്ചാൽ മതിയോ? എന്റെ മനസ്സ് പറയുന്നത് വേണ്ട വിശാൽ. ഇക്കാര്യത്തെ പറ്റി ആ മനസ്സൊന്നും പറയരുത്. അർത്ഥമില്ലാത്തൊരു ഓട്ടത്തിലാ ഞാൻ. അധിക നാളത് നീണ്ടുപോയില്ല. വിശാലിനതറിയാലോ. അതുകൊണ്ട് നമുക്ക് നല്ല കൂട്ടുകാരാവാം വിശാൽ. അത് മതി. ഈ പറഞ്ഞതിന്റെയൊക്കെ കീഴിൽ ഒപ്പിട്ട് തരണോ ഞാൻ? ലേശം ബുദ്ധിമുട്ടുണ്ട് പിന്നെ. പഴയ കാലത്തിലേക്ക് മൂക്കിന്നിട്ടി നടക്കുന്ന ഒരു പുരാവസ്തു ഗവേഷകനൊന്നുമല്ല ഞാൻ. ഒരു പത്രപ്രവർത്തകൻ, സാധാരണ മനുഷ്യൻ. മനസ്സിലെന്നും തന്റെ മുഖമുണ്ടായിരുന്നു, വളരെ തെളിച്ചത്തോടെ. ഞാൻ പറയേണ്ടതായിരുന്നു രാമേട്ടൻ കയറി പറഞ്ഞത്. രാമേട്ടനും മല്ലിയ ചേച്ചിക്ക് നന്ദി. എന്നെങ്കിലും നമ്മൾ തമ്മിലുള്ള ഈ ചടങ്ങ് നടക്കുമെങ്കിൽ രണ്ടുപേരെയും തീർച്ചയായും ക്ഷണിക്കണം. താൻ താഴത്തേക്ക് വാ, അല്ലെങ്കിൽ ആ പാവം ഭാര്യ ഭർത്താക്കന്മാർക്ക് ഫീൽ ചെയ്യും. അന്ന് ഹോസ്പിറ്റലിൽ എന്നെ കാണാൻ വന്നിട്ട് അപ്പൊ തന്നെ താൻ തിരിച്ചുപോയി അല്ലേടോ? അതെടൂ, എൻ്റെ ആ ശങ്കരനെ ആയിരുന്നില്ല ഞാൻ ആ കിടക്കയിൽ കണ്ടത്. എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ലടൂ. ശരിയാണ്, ഒരു നിമിഷം പോലും എൻ്റെ മുമ്പിൽ നിൽക്കാതെ ഞാൻ തിരിച്ചു പോന്നു. എത്ര രാത്രികൾ തൻ്റെ ആ കിടപ്പ് എന്നെ ഉറക്കത്തിൽ പോലും ഒന്ന് വേദനിപ്പിച്ചെന്നറിയാമോ?
ഇപ്പോഴും കിടപ്പിന് വലിയ വ്യത്യാസമൊന്നുമില്ല അവസ്ഥയ്ക്കും. ഇത് ഈശ്വരന്റെ പുരസ്കാരമാണോ? ജ്ഞാനപീഠത്തിന് മീതെയുള്ള പുരസ്കാരം. ശങ്കർജി എന്ന കവിയുടെ അഷ്ടമനം. ചെയ്ത തെറ്റുകൾക്കുള്ള ദൈവശിക്ഷ. താൻ എന്ത് തെറ്റ് ചെയ്തെന്നാ ഈ പറയുന്നത്? തെറ്റ് ചെയ്യാത്തവർക്കാണ് ഈ യുഗത്തിൽ ശിക്ഷ. കുറ്റവാളി പൊട്ടിച്ചിരിച്ചുകൊണ്ട് ദീർഘായുഷ്മാനായി വിലസുന്നു. അതാണ് പുതിയ പ്രകൃതി നിയമം. അതുപോട്ടെ, സുമിത്ര ബാങ്കിൽ പോയോ? പോയി. കുറച്ച് ദിവസമായി ലീവ് എടുത്ത് നിൽക്കുകയായിരുന്നു. പക്ഷെ എത്ര നാളിങ്ങനെ ലീവ് എടുക്കും? ബാങ്കല്ലേ. പിന്നെ മാനേജർക്ക് നമ്മുടെ അവസ്ഥ അറിയാവുന്നത് കൊണ്ട് അവളെ ബുദ്ധിമുട്ടിക്കാറില്ല. എന്നാലും അതുകൊണ്ടല്ലോ ഒരു പരിധി. ബാബുവോ? മരുന്ന് വാങ്ങാൻ പോയിരിക്കുക. കൃഷ്ണപിള്ളയുടെ ഷോപ്പിൽ അവനൊരു അക്കൗണ്ടന്റിന്റെ പണിയുണ്ട്. കുറച്ച് ദിവസമായിട്ട് അവനും ജോലിക്ക് പോകുന്നില്ല. ഒരച്ഛൻ മക്കൾക്ക് ഇത്രയും സഹായം ചെയ്താൽ പോരേടോ? താൻ എന്ത് വിഡ്ഢിത്തമായി പറയുന്നത്? ഇതൊക്കെ ചേർന്നല്ലേടോ അച്ഛനും മക്കളും തമ്മിലുള്ള ബന്ധം. അവിടുത്തെ വിശേഷങ്ങൾ പറ പ്രസാദ്. കമ്പനിയിൽ കൃത്യമായി പോകുന്നു, ഉഷാറായി ജോലി ചെയ്യുന്നു. പഴയ വീഴ്ചകളൊക്കെ സ്ലേറ്റിലെ വര പോലെ മാഞ്ഞുപോയി. പാവം, ഒരുപാട് കയ്പ് തിന്നതല്ലേ. എന്തായാലും MD-ക്കും സ്റ്റാഫിനുമൊക്കെ അവനെ പറ്റി ഇപ്പോൾ നല്ല അഭിപ്രായമാണ്. ഭാവി കാര്യങ്ങൾ അതാണ് പറയാൻ തുടങ്ങിയത്. കമ്പനിയും ജോലിത്തിരക്കും ഒക്കെ സത്യം തന്നെ. പക്ഷേ അതുമാത്രം കൊണ്ട് ജീവിതമായില്ലല്ലോ. കഴിഞ്ഞ കാലമോർത്ത് വിഷമിച്ചിരുന്നുകൊണ്ട് കാര്യവുമില്ല. അവനൊരു രണ്ടാം ജന്മം വേണമെന്ന് ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചു. അതിന് യോജിച്ച ഒരാളെയും കണ്ടെത്തി. അവനെ അറിയാവുന്ന, അവനെ പൂർണ്ണമായും മനസ്സിലാക്കുന്ന ഒരാൾ. വിവാഹക്കാരിയാണോ പറയുന്നത്? അതേടോ. ആരാ കുട്ടി? താനറിയും. അവനെ ചികിത്സിച്ച ഡോക്ടർ തന്നെ, ഡോക്ടർ രേഖ. രേഖയ്ക്ക് നേരത്തെ താല്പര്യമായിരുന്നു. പക്ഷേ അന്ന് പ്രസാദ് സമ്മതം തന്നില്ല. ഇപ്പോഴെന്തായാലും അവനും അനുകൂലമായി. അങ്ങനെ അതങ്ങ് നിശ്ചയിച്ചു. സുമിത്രയുടെ വിവാഹവും ഉടനെ ഉണ്ടാവുമല്ലോ, ഇല്ലേ? ഉണ്ടാവും. നന്നായി. രണ്ടാളും രണ്ടു വഴി തിരഞ്ഞെടുത്തു. അതാവും അവരുടെ വിധി. സുമിത്രേ, സുമിത്ര ബാങ്കിലേക്കാണോ? അതെ. ഞാൻ ഓഫീസിലേക്കാ. ഇപ്പോ എവിടെയും നിങ്ങളുടെ കമ്പനിയുടെ പേരെ കേൾക്കാനുള്ളൂ. സിറ്റിയിൽ 4-5 ഫ്ലാറ്റ്സ് ഉണ്ടല്ലേ? ആ, പുതിയ 2-3 എഞ്ചിനീയേഴ്സ് വളരെ സ്മാർട്ടാണ്. പഴയവരോ? ഓ, ഓൾഡ് ഈസ് ഓൾഡ്.
ഓൾഡ് ഈസ് ഗോൾഡ് എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അത് ചിലർക്കേ ബാധകമാവൂ. ഞാനൊന്നും ആ ഗ്രൂപ്പിൽ പെടുന്നവനല്ല. അതുപോട്ടെ, അച്ഛനെങ്ങനെയുണ്ട്? മാറ്റമൊന്നുമില്ല. ഫിസിയോതെറാപ്പി കുറേ നാൾ ചെയ്താൽ മാറിയേക്കാമെന്ന് പറയുന്നു. അത് കറക്റ്റാണ്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അങ്കിളിന് ഇതേമാതിരി തളർച്ച ഉണ്ടായതാ. ഇപ്പം നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. 6 മാസം തുടർച്ചയായി ഫിസിയോതെറാപ്പി ചെയ്തതിൻ്റെ റിസൾട്ടാണ്. ഇപ്പം മുറ്റം വരെയൊക്കെ നടക്കും. അച്ഛൻ്റെ കാര്യത്തിലും അതുപോലൊരു മാറ്റം ഉണ്ടായാൽ മതിയായിരുന്നു. ഒരു പേന് പിടിക്കാൻ പോലും ആവാതെയുള്ള ആ കിടപ്പ് കാണുമ്പോൾ നെഞ്ച് തകരുക. വിഷമിക്കാതിരിക്കൂ, ഒക്കെ ശരിയാവും. ബൈ ദ ബൈ, എങ്ങനെ പോകുന്നത്? ബസ്സിനോ ഓട്ടോയ്ക്കോ? ഇഷ്ടംപോലെ ബസ്സുണ്ടല്ലോ ഈ വഴി, ഓരോ 5 മിനിറ്റിലും. പ്രസാദേട്ടൻ മറന്നുപോയെന്ന് തോന്നുന്നു. സോറി, ഞാൻ ഓർത്തില്ല. എന്നാ ഞാൻ നീങ്ങട്ടെ. ഇങ്ങനെ പൊതുനിരത്തിൽ നിന്ന് സംസാരിച്ച ആരെങ്കിലും തെറ്റിദ്ധരിക്കും. എന്തിന്? നമ്മൾ ബസ്സിനെ പറ്റിയല്ലേ സംസാരിക്കുന്നത്? അതെ, പക്ഷേ മറ്റുള്ളവരുടെ ധാരണ അതാവില്ല. ഓർമ്മയില്ലേ, അന്ന് ഇതുപോലെ നമ്മൾ സംസാരിച്ചു നിന്നപ്പോൾ ദിലീപിൻ്റെ അളിയനോ മറ്റോ വന്ന് സംശയിച്ച് തെറ്റിദ്ധരിച്ച് എന്തൊക്കെ അസംബന്ധങ്ങളാ. മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിക്കാൻ പറ്റുമോ പ്രസാദേട്ടാ? കുറച്ചൊക്കെ അവനവനും വേണ്ടി കൂടി ജീവിക്കണ്ടേ? പക്ഷേ അന്ന് ആ മനുഷ്യൻ നമ്മൾ ഉദ്ദേശിക്കാത്ത അർത്ഥങ്ങൾ പോലും കണ്ടെത്തി വിളിച്ചു പറഞ്ഞു. മറന്നിട്ടില്ലല്ലോ സുമിത്ര? ഓർക്കാൻ അർഹതയുള്ള കാര്യങ്ങൾ മാത്രം ഓർത്താൽ പോരെ? ഞാനിപ്പോ ആ ഒരു ശീലം ഉണ്ടാക്കുകയാണ്. അന്ന് നമ്മൾ സംസാരിച്ചതിന് തുടർച്ചയായി വല്ല ഭൂകമ്പം ഉണ്ടായോ? ചോദിക്കാൻ കാര്യമുണ്ട്. ആ മനുഷ്യൻ അന്ന് അത്ര ഇറിറ്റേറ്റഡ് ആയിട്ടാ പോയത്. അയാൾ അപ്പം മാത്രമല്ല, എപ്പോഴും ഇറിറ്റേറ്റഡ് ആണ്. ചിലരുടെ ബേസിക് നേച്ചറാണത്, കൾച്ചറും. അങ്ങനെയുള്ളവർ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞാൽ അത് ബാധിക്കുക സുമിത്രയാണ്, സുമിത്രയുടെ ഭാവി ജീവിതത്തെയാണ്. അതുകൊണ്ട് ഇവിടെ നിന്നുള്ള സംസാരം അവസാനിപ്പിക്കാം. പിന്നെ എനിക്ക് വീട്ടിലേക്ക് വന്ന് ശങ്കർ സാറിനൊന്ന് കാണണമെന്നുണ്ട്. അത് കുഴപ്പമാവോ? എന്ത് കുഴപ്പം? ഒന്നുമില്ല. എങ്കിൽ സാറിനെ കാണാൻ ഞാൻ വരും. വാക്ക് മാറരുത്. വിശേഷിച്ചും വലിയൊരു കമ്പനിയുടെ ചീഫ് ആർക്കിടെക്ട്. പിന്നെ പ്രസാദേട്ടൻ അച്ഛനെ വന്ന് കാണുന്നതിൽ ആർക്കും എതിർപ്പൊന്നുമില്ല കേട്ടോ. വരുമല്ലോ അല്ലേ? വരും, തീർച്ചയായും. ശരി. സുമിത്രേച്ചി, എന്താ ബാബു? ഇന്ന് ബാലമാമ ഇവിടെ വന്നിരുന്നു അച്ഛനെ കാണാൻ. അച്ഛന് സന്തോഷമായി കാണുമല്ലോ. സന്തോഷായി. ബാലമമ്മ എന്തൊക്കെ പറഞ്ഞു? കുറേ നേരം സംസാരിച്ചു. പ്രസാദേൻ്റെ കാര്യത്തിൽ ബാലമാമയ്ക്കിപ്പോൾ സന്തോഷമുണ്ടെന്ന് തോന്നുന്നു. അയാളിപ്പോൾ ശരിക്കും ഒരു രക്ഷപ്പെടലിൻ്റെ വക്കീലാണല്ലോ. അതിൽ സന്തോഷിക്കല്ലേ ബാബു വേണ്ടത്?
ഒരുപാട് തകർച്ച നേരിട്ടതല്ലേ. പ്രസാദേട്ടനെ ഇന്ന് വഴിയിൽ വെച്ച് ഞാൻ കണ്ടിരുന്നു. എന്നിട്ട് പ്രസാദേട്ടൻ വല്ലതും പറഞ്ഞോ? പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ദിലീപിന്റെ അളിയൻ അന്ന് ഞങ്ങൾ റോഡിൽ വെച്ച് കണ്ട് സംസാരിച്ചതിന് മറ്റൊരു കളർ കൊടുത്തതുകൊണ്ട് പ്രസാദേട്ടൻ എന്നോട് സംസാരിക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോ ചേച്ചിയോടൊന്നും പറഞ്ഞില്ലേ? ഇല്ല. എന്താ ബാബു? ഏയ്, ഒന്നുമില്ല. നീ എന്തോ ഒളിക്കുന്നുണ്ടല്ലോ. എന്താ ബാബു? പ്രസാദേട്ടൻ എന്തിനെ പറ്റി പറഞ്ഞോന്നാ നീ ചോദിച്ചത്? അത് പ്രസാദേട്ടന്റെ വിവാഹകാര്യത്തെ പറ്റി. ഇല്ല. വിവാഹം ആര്? അതെ, നിശ്ചയിച്ചു. പക്ഷേ വധു ചേച്ചിയല്ല, പ്രസാദേട്ടനെ ചികിത്സിച്ച ഡോക്ടർ രേഖയാണ്. അതെ ചേച്ചി, ഒരു പക്ഷേ ബാലമാമ നേരത്തെ ഇത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ചിലപ്പോ അച്ഛൻ നിങ്ങളുടെ കാര്യം അങ്ങോട്ട് കയറി. ചേച്ചി, വിധിയെ നമുക്ക് തടയാനാവില്ലല്ലോ. എനിക്ക് വിഷമമില്ല ബാബു. അർഹതപ്പെട്ടതേ കിട്ടും, ആർക്കായാലും. ഡോക്ടർ രേഖയാണ് പ്രസാദേട്ടന്റെ ജീവിതത്തിലേക്ക് വരേണ്ടവൾ. ഞങ്ങൾ ഒന്നിച്ചുള്ള ജീവിതം ഒരു പ്രഹസനം മാത്രമായിരുന്നു. ജീവിതത്തിന്റെ ഒരു വെറും നിഴൽ. പ്രസാദേട്ടന് ഇനിയെങ്കിലും ഒരു നല്ല കുടുംബജീവിതം കിട്ടട്ടെ. ചേച്ചിക്ക് ദുഃഖമില്ലേ? ആ ദുഃഖത്തിന് ഇനി യാതൊരു അർത്ഥമില്ല കുട്ടി. ഞാൻ ഒരുപാട് വെറുത്ത ആളാണ് പ്രസാദേട്ടൻ. എന്നാലും ചേച്ചിക്ക് ഇപ്പോഴിഷ്ടമാണെങ്കിൽ ചേച്ചി ഒരു വാക്ക് പറഞ്ഞാൽ ഞാൻ പ്രസാദേട്ടനെ ചെന്ന് കാണാം, യാചിക്കാം. വേണ്ട. പ്രസാദേട്ടൻ ആശിച്ചത് തന്നെ നടക്കട്ടെ. കാരണം ദൈവം ആഗ്രഹിച്ചതും അതാണ്. അത് നടക്കണം. ബാബു, ആ, ആരെ കാണുമെന്ന് മനസ്സാഗ്രഹിച്ചോ അയാളെ തന്നെ കണ്ടു. പ്രേമേട്ടനോട് എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. എന്താ ബാബു? അത് ബാലമാമി അറിയില്ലേ, പ്രസാദേട്ടൻ്റെ? അറിയാം. അദ്ദേഹം ഒന്ന് വീട്ടിൽ വന്നിരുന്നു. അച്ഛൻ്റെ സുഖവിവരങ്ങൾ അന്വേഷിക്കാനാ. സംസാരിച്ചിരുന്ന കൂട്ടത്തിൽ മറ്റൊരു ഡെവലപ്മെൻറ്റ്സിനെ കുറിച്ചുകൂടി പറഞ്ഞു. എന്താ? പ്രസാദേട്ടൻ്റെ വിവാഹം ഫിക്സ് ചെയ്തു എന്ന്. വിവാഹം ഫിക്സ് ചെയ്തോ? ആരുമായിട്ട്? പ്രസാദേട്ടനെ ചികിത്സിച്ച ഡോക്ടർ തന്നെയാ വധു, ഡോക്ടർ രേഖ. ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവമാണല്ലോ ബാബു ഇത്. അതെ. സുമിത്ര വിവരം അറിഞ്ഞില്ലേ? ഉവ്വ്, ചേച്ചിയോടൊക്കെ ഞാൻ പറഞ്ഞു. സുമിത്രയ്ക്ക് നല്ല വിഷമമുണ്ട്. ഞാനൊന്ന് പറയട്ടെ പ്രേമേട്ട, ശല്യം ചെയ്യാണെന്ന് കരുതരുത്. ഒരിക്കൽ പ്രേമേട്ടനോട് സംസാരിച്ച വിഷയമാണ്. എന്താ ബാബു? പ്രസാദേട്ടനായിരുന്നല്ലോ സുമിത്രേച്ചിക്കും ദിലീപേട്ടനും ഇടയിലുള്ള ഏക തടസ്സം. ഇപ്പോൾ പ്രസാദേട്ടൻ ഡോക്ടർ രേഖ വിവാഹം ചെയ്യുമ്പോൾ ആ തടസ്സം ഇല്ലാതാവുകയാണല്ലോ.
ആ സ്ഥിതിക്ക് വീണ്ടും ദിലീപേട്ടനും സുമിത്രേച്ചിയും തമ്മിലുള്ള വിവാഹം പറഞ്ഞത് തെറ്റായി പോയെങ്കിൽ ക്ഷമിക്കണം. ബാബുവിൻ്റെ വികാരം എനിക്ക് മനസ്സിലാവും. ചേച്ചിയുടെ ഭാവി സുരക്ഷിതമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അനിയൻ്റെ ടെൻഷൻ ആർക്കും കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ ബാബു, താനിപ്പോൾ പറഞ്ഞല്ലോ പ്രസാദേട്ടൻ്റെ വിവാഹം ഫിക്സ് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ സുമിത്രയ്ക്ക് നല്ല വിഷമമുണ്ടായിരുന്നുവെന്ന്. എന്നാൽ ഈ പറയുന്ന വിഷമം ദിലീപിന് വേണ്ടാന്ന് പറഞ്ഞ് മോതിരം ഊരി കൊടുക്കുമ്പോൾ സുമിത്ര അനുഭവിച്ചിരുന്നു? ഇല്ല അല്ലേ? ആ മനസ്സാണ് ദിലീപിനെ അലട്ടുന്നത്. സുമിത്ര വിവാഹിതയായിരുന്നു എന്നത് ദിലീപിനൊരു പ്രശ്നമല്ലായിരുന്നു. പക്ഷേ തന്നെക്കാൾ ഉപരി വിവാഹം കഴിച്ച പുരുഷനെ സുമിത്ര ഇപ്പോഴും സ്നേഹിക്കുന്നു എന്നറിഞ്ഞപ്പോഴാണ് ദിലീപ് പിന്മാറിയത്. പ്രസാദ് മറ്റൊരാളെ വിവാഹം ചെയ്താലും അതിന് മാറ്റം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ ഒരിക്കൽ കൂടി ദിലീപിനെ ബാബു, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇനിയും ഈ ബന്ധത്തിന് വേണ്ടി നമ്മൾ ശ്രമിക്കുന്നതിൽ അർത്ഥമില്ല. വിധിയുണ്ടായിരുന്നെങ്കിൽ അവർ തമ്മിൽ എന്നേ ഒന്നായനെ. ആ സ്ഥിതിക്ക് അവർ രണ്ടുപേരെയും അവരുടെ വഴിക്ക് വിടുന്നതാണ് നല്ലത്. എന്നാ ഞാൻ പോട്ടെ. വിഷമിക്കാതെ, ഒക്കെ ശരിയാവും. നല്ലതേ വരുമെന്ന് വിശ്വസിക്കുക. ശരി. ഹലോ സുമിത്ര. ഹലോ. എന്നെ മനസ്സിലായോ? ഞാൻ മനസ്സിലായി. ഇങ്ങോട്ട് സ്ഥലമാറ്റം കിട്ടിയല്ലേ? അതെ. പിന്നെ വിശേഷങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. നിശ്ചയം കഴിഞ്ഞു അല്ലേ? ദിലീപ് മടങ്ങി വന്നാലുടൻ മാരേജ് ഉണ്ടാവില്ലേ? ഇപ്പോ അങ്ങനെ തീരുമാനിച്ചിരിക്കുന്നത്.